for their swim. And on to the edge, please. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, go! മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക, നീന്തൽ സാമൂഹിക ആവശ്യമായി പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിമ്മത്തോൺ അൾട്രാ 2025 ആലുവയിലെ പെരിയാറിൽ സംഘടിപ്പിച്ചു. TDK സ്പോർട്സ് നയിച്ച ഈ ഓപ്പൺ വാട്ടർ നീന്തൽ മേള 7ഓളം വിഭാഗങ്ങളിലായി നടന്നു. 16 കിലോമീറ്റർ അൾട്രാ നീന്തൽ മത്സരം മുതൽ 400 മീറ്റർ വിഭാഗം വരെയായിരുന്നു മാറ്റുരച്ചത്. 4ാമതായാണ് ഈ മേള നടത്തുന്നത്. ചടങ്ങ് വെറും മത്സരം മാത്രമല്ല, ശാരീരിക ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹത്തിൽ നീന്തലിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുമായിരുന്നു ഈ മേള സംഘടിപ്പിച്ചത്. പെരിയാറിൻ്റെ ശുചിത്വം, ആലുവയും കൊച്ചിയും ഉൾപ്പെടുന്ന ഇക്കോ ടൂറിസം സാധ്യതകൾ തുടങ്ങിയവയെ സംബന്ധിച്ച ആശയങ്ങൾക്കും വേദിയായി പരിപാടി മാറി. Anusha. I swim and teach with Nisha Millet Swimming Academy in Bangalore. We are a group of 20 plus who have come here together to participate in the Kochi Swim-a-thon. Across distances, we also have one of our teammates who swam 16 kilometers yesterday. So we have across all of the distances, across age groups, we have a 62-year-old. This is our second year coming out in large numbers to support the Kochi Swim-a-thon. I'm Pranavika and I'm coming from Kalapatti. And my school is TIPS. This TIPS has given me a wonderful opportunity in this swim-a-thon marathon. Like, this was my first ever time. I felt so afraid, but my coaches supported me and break my fear out. So I'm from Bangalore. I had an amazing swim today at Kochi. It was a nice 4K swim. It was raining in the morning and the weather was amazing. I'm Momita Sarkar. I have come for the 2 kilometers Kochi swim-a-thon. Fantastic river, lovely swim. The river and the conditions were perfect and it was superbly organized. Next year, maybe 4 kilometers. The 4th edition ആണ് സ്വിമ്മിങ്ങിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വിമ്മത്തോൺ ആണിത്. ഇതിൽ 7 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ദിവസം 10 മൈൽ 10 കിലോമീറ്റർ 6 കിലോമീറ്റർ. ഇതിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 10 മൈലും 10 കിലോമീറ്ററും 6 മണിക്കൂറിനകത്ത് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 6 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 727 പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുനിന്നുള്ള ആൾക്കാർ. ഇതിനകത്ത് നമ്മുടെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പ്യനെങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മൾ അതിലോട്ട് വളരെ വേഗം എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഇത് പെരിയാർ അഡ്വഞ്ചേഴ്സ്, TDK സ്പോർട്സ്, DTPC എന്നിവർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. Okay, ഇത് 4ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. Myself Abhivandana. I'm from Andhra Pradesh, but I reside in Chennai. This is my second time in Kochi, and I'm pretty happy with my performance. First time I was pulled out of the water. This time I finished. So I'm so happy, and I would like to come next time also. I have made Lake Races Chennai team, and we did close to 35 plus registrations and came. So tomorrow they're coming. I'm going to support them. This is very beautiful river, Periyar. The water is so clear, so good, and so refreshing. And compared to other events, this organizing such a big, the entire how they were managing the entire river into their control is something which is very amazing, and the river is awesome. Your name, repeat your name. My name is Abhivandana. 4 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു. ജർമ്മനി, UK എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികളെത്തി. ആകെ 700-ലധികം പേരാണ് മേളയിൽ പങ്കെടുത്തത്. ചെന്നൈയിൽ നിന്നുള്ള 50-ലധികം ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിശീലകരുമടക്കം പരിപാടിയിൽ സജീവമായി പങ്കാളികളായത് ശ്രദ്ധേയമായി. സംഘാടകരുടെ അഭിപ്രായത്തിൽ അടുത്ത തലമുറയിലെ ഒളിമ്പിക് പ്രതിഭകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ശക്തമായ വേദിയായി സ്വിമ്മത്തോൺ മാറുകയാണ്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.